ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നത്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി. ഞാൻ അതിനെ തലയൊക്കെ കളഞ്ഞ് അതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് തല വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി അതങ്ങനെ ഇരിക്കട്ടെ. അടുത്ത മസാലയ്ക്കുള്ള കൂട്ടൊക്കെ നോക്കാം. മസാലയ്ക്ക് ഇവിടെ വേണ്ടത് സവാള വേണം, ഇഞ്ചി വേണം, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി കൂടെ വേണം. തക്കാളി നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ആദ്യം ഇതിനെയെല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. കൊത്തി അരിയാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും മതി. ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ചോപ്പറിലോട്ട് കുറച്ചായിട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് നമുക്കെല്ലാം ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ മസാലയ്ക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചോറാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള ചോറിന് അപ്പോൾ നമുക്കൊരു കലം വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് ഒരു ഏകദേശം നല്ല വെട്ടി തിളയ്ക്കുന്ന പരുവാകുമ്പോൾ മാത്രം നമുക്ക് അരി കഴുകിയാൽ മതി. അതുവരെ അരി കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഞാൻ ബസുമതിയുടെ നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇടാം. ഓക്കെ, അരിയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വയ്ക്കാം. ഇത് ഒരുപാട് വേവയൊന്നും വേണ്ട, അത് ഒരു അരി മാറി ചോറാകുന്ന രൂപം അത്രയും മതി. ഇനി അടുത്ത് നമുക്ക് പാൻ വയ്ക്കാം. പാൻ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്തു, വറ്റൽമുളകൊക്കെ ഇട്ടു. അതിനുശേഷം നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. എന്നാൽ മാത്രമേ നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ വഴറ്റി വന്നപ്പോൾ നമുക്ക് ചോറൊന്ന് നോക്കാം. ഏകദേശം പരിവായോ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ചോറ് നമുക്ക് അരിയെടുത്ത് ക്ലിയർ ചെയ്ത് നോക്കാം. അപ്പോൾ തക്കാളി ഇടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഇതിൽ കിടന്ന് മസാലയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സിങ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഒരല്പം വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിട്ടത്, ഇതിൽ തന്നെ കിടന്നായിക്കോളും. നമുക്കത് അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത അരി നോക്കാം. അരി ഇവിടെ ഞാൻ കോരിയെടുക്കുകയാണ്. നോക്കട്ടെ അരി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നോക്കുക, ഈ പരുവം, അതായത് ആ അരിയിൽ നിന്ന് മാറി ഒരു ചോറാകുന്ന രൂപ അത്രയും മതി. കാരണം നമ്മൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അരി ഇറക്കി വയ്ക്കാം. ഇനി ഇതിലോട്ട് മസാലകളിടാം. അപ്പോൾ ഏകദേശം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ഇട്ട് നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം മാറി. ഇനി നമുക്ക് അടുത്ത കൊഞ്ച് ഇതിലോട്ട് ഇടാനുള്ള ഒരു സമയമായി. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിതിലോട്ട് കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം. കൊഞ്ചും കൂടെ ഇതിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ കൊഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഞ്ചിനെ ഇതിലോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാം, ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ്. അത് 5 മിനിറ്റ് അതിലിരുന്ന് ഈ കൊഞ്ചിലെയും മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏകദേശം കൊഞ്ച്
ഒരു മുക്കാൽ വേവോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. മറ്റ് മസാലകളൊന്നും ഇനി ചേർക്കണ്ട, കാരണം അവയെല്ലാം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളതാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഇനി അടുത്ത് മുളക് പൊടി കൂട്ടുക. മുളക് പൊടി 1 ടീസ്പൂൺ മതി, കാരണം ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ്. കുരുമുളക്, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവുണ്ട്. ഇതും കൂടി ആകുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്കിതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചോറിനെ തട്ടി കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയെല്ലാം ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയിട്ട് ഇളക്കാം. നമുക്ക് ചോറ് നോക്കാം. ചോറ് ഏകദേശം കറക്റ്റ് പരുവത്തിന് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൽ കിടന്ന് അതിൻ്റെ ഒരു ആവിയും കൂടെ ചേർന്നാണ് ബാക്കി വേവും കൂടെ വരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ചോറിനെല്ലാം തട്ടിപ്പൊത്തി വയ്ക്കണം. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കൈവശം നെയ്യ് തീർന്നു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്തത്. നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്തത്. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ബട്ടർ കുറച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ആവിയിൽ വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ ഇത് ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോഴേക്കും ആ ആവിയിലിരുന്ന് അത് നന്നായിട്ട് വെന്ത് ക്ലിയറായി. ഇപ്പോൾ നോക്കി എല്ലാം നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് അതുപോലെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതായത് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ്. ഇതിലങ്ങനെ പൊടിഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട, എല്ലാം കറക്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ എല്ലാം മിക്സായി, ചോറെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. പിന്നെ വേറെന്താ, എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.